അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വ അസ്ഹാബി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി, മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം, ഇത് നമുക്ക് ലഭിക്കണമെന്നുള്ളതാണ്. ഇത് രണ്ടും ലഭിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ടുന്ന ചില വിഷയങ്ങൾ, 3 കാര്യങ്ങൾ പ്രത്യേകം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിച്ച് ജീവിക്കുകയാണ് എങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ റിള, അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്നേഹം അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്താണ് ആ 3 കാര്യങ്ങൾ? നാം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം കാത്തു സൂക്ഷിക്കേണ്ടുന്ന, ജീവിതത്തിൽ നടപ്പാക്കേണ്ടുന്ന 3 കാര്യങ്ങൾ അത് ഏതൊക്കെയാണ്? മഹാനായ ഇമാം തബറാനി, ഇമാം ബൈഹഖി തുടങ്ങിയ മുഹദ്ദിസുകൾ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഇൻ കുൻതും തുഹിബ്ബൂന അൻ യുഹിബ്ബുകുമുല്ലാഹു വ റസൂലുഹു, അള്ളാഹുവും അവൻ്റെ റസൂലും നിങ്ങൾ ഇഷ്ടപ്പെടണം, അള്ളാഹുവിൻ്റെ തൃപ്തി നിങ്ങൾക്ക് ലഭിക്കണം, മുത്തുനബിയുടെ സ്നേഹം ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഫഹാഫിളു അലാ സലാസി ഖിസാലിൻ, 3 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. 1, സിദ്ഖുൽ ഹദീസ്, സത്യസന്ധത, സംസാരത്തിൽ വാക്കിൽ സത്യസന്ധത. നാം ആരോട് സംസാരിക്കുമ്പോഴും നമ്മുടെ വാക്ക് അത് സത്യസന്ധമായിരിക്കണം. ഒരിക്കലും അത് കളവ് കലർന്നതാവാൻ പാടില്ല, കളവ് വന്നു പോകാൻ പാടില്ല. മറ്റുള്ളവരോട് ഏത് പ്രയാസത്തിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം സംസാരിക്കുമ്പോഴും ഒരു പക്ഷേ നാം സംസാരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് പ്രതികൂലമായേക്കാം, നമുക്കൊരിക്കലും അതുകൊണ്ട് ഗുണം ലഭിക്കില്ല, നമുക്കതൊരു ദോഷമായിരിക്കാം. എങ്കിലും ഖുലിൽ ഹഖ്ഖ വലൗ കാന മുർറാ, നീ സത്യം മാത്രമേ പറയാവൂ, എത്ര കയ്പുള്ളതാണെങ്കിലും എത്ര പ്രയാസമുള്ളതാണെങ്കിലും എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞതുപോലെ വാക്കിൽ സത്യസന്ധത പാലിക്കുക. മുത്തുനബിയുടെ സ്നേഹം ലഭിക്കാൻ അതൊരു കാരണമാണ്. 2ാമതായി തങ്ങൾ പറഞ്ഞു, അദാ ഉൽ അമാന, നമ്മോട് ആരെങ്കിലും എന്തെങ്കിലും വിശ്വസിച്ചൊരു വസ്തു ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കൊടുത്തു വിട്ടാനുള്ളൊരു സന്മനസ് നമുക്കുണ്ടാവണം. അതൊരിക്കലും ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലാണെങ്കിലും നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച വസ്തു അതൊരു പക്ഷേ നമ്മൾ ശത്രുവശത്താണ് മറ്റുള്ളവൻ ഉള്ളതെങ്കിൽ തന്നെയും അവൻ കൃത്യമായി തിരിച്ചു കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം. നിങ്ങൾ നോക്കൂ, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ മുത്തുനബി തങ്ങൾ മക്കയിൽ ജീവിച്ച കാലത്ത് ധാരാളം ആളുകൾ, മുസ്ലിമീങ്ങളാകുന്ന മുശ്രിക്കുകളാകുന്ന ആളുകൾ തന്നെയും അവരുടെ വിലപിടിപ്പുള്ള പല വസ്തുക്കളും മുത്തുനബിയുടെ അടുക്കിലേക്ക് സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. കാരണം മുത്തുനബി അല്ലമീനായിരുന്നല്ലോ, എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റിയ ഒരാളായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ മുത്തുനബി തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ എല്ലാവരും ശത്രുവശത്താണ്, ശത്രുക്കളുടെ വസ്തുക്കൾ റസൂലുള്ളാഹിയുടെ കയ്യിലുണ്ടായിട്ട് പോലും അവിടെ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പായി അലി റളിയല്ലാഹു അൻഹുവിന് ആ വസ്തുക്കളെല്ലാം അവർക്ക് നൽകാൻ വേണ്ടി, തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടാണ് മുത്തുനബി തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകുന്നത്. ആ സമയത്ത് വരെ അവിടുത്തെ സത്യസന്ധത, അവിടുത്തെ ഏൽപ്പിച്ച വസ്തുക്കൾ കൃത്യമായി കൊടുത്തു വിട്ടാൻ അലി റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചെന്ന് പറയുമ്പോൾ മുത്തുനബിയുടെ സത്യസന്ധത എത്രമാത്രം വലുതായിരുന്നു. അതുപോലെ തന്നെ 3ാമതായി മുത്തുനബി തങ്ങൾ പറയുന്നു, വഹസ്നുൽ ജിവാർ, അയൽപക്ക ബന്ധങ്ങൾ നന്നാക്കുക. അയൽവാസികളോടൊക്കെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സൗമ്യമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയും സ്നേഹങ്ങൾ പരസ്പരം കൈമാറിക്കൊണ്ടൊക്കെ നല്ല രൂപത്തിൽ അയൽവാസികളോട് നിങ്ങൾ പെരുമാറുക. ഈ 3 കാര്യങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കാൻ, മുത്തുനബിയുടെ സ്നേഹം ലഭിക്കാൻ അത് കാരണമായി തീരുമെന്നാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരുണ്യവാനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.